ഓക്കെ, നമുക്ക് വേണ്ടി ഇന്ന് ഗാനം ആലപിക്കുന്ന ബ്രദർ ഫിന്നിയാണ്. നാം എല്ലാവരും ഒരുപോലെ പ്രാർത്ഥനാപൂർവം ആ ഗാനശ്രവണത്തിന് വേണ്ടി കാതോർത്തിരിക്കുമ്പോൾ ബ്രദർ ഫിന്നി എബ്രാഹിമിനെ ഓക്ലഹോമ പ്രയർ ലൈൻ പാർട്ട്നേഴ്സിന്റെ നാമത്തിൽ ഗാന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചോളൂ. ജീവനും നാഥനെ ഞാൻ പിൻചെല്ലും, എല്ലാവരും കൈവിട്ടാലും കൃപയായി ഞാൻ പിൻചെല്ലും. മാനം ദാനം ലോകജ്ഞാനം സ്ഥാനം സുഖമീതെല്ലാം ലാഭം ഇല്ലെനിക്കിനീവൻ ചേതമെന്നറിഞ്ഞു ഞാൻ. ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും, എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ഭൂസ്തോറന്ന പകച്ചാലും കഷ്ടമെന്തു വന്നാലും നഷ്ടമെത്ര നേരിട്ടാലും ഇഷ്ടമായി ഞാൻ പിൻചെല്ലും. ക്ലേശം വരും നേരമെല്ലാം ക്രൂശിൽ പ്രശംസയാ യേശു കൂടെയുണ്ടെന്നാകെ തുമ്പമെല്ലാം ദൈവത്തിൻ പരിശുദ്ധാത്മ എന്നിൽ വാസം ചെയ്യുക. ക്ലേശം എന്തിനായെന്ന് ഭദ്രമായി കാത്തിരുന്നു, നിത്യരക്ഷാദാനം ചെയ്ത ദിവ്യ സ്നേഹമൂർത്തികൾ ഏത് കഷ്ടത്തെയും താങ്ങി അന്ത്യത്തോളം പോയിടാ. ക്രൂശുമെടുത്തെനി ഞാനും യേശുവെ പിൻചെല്ലുകയാം. പാരിൽ പരദേശിയായി ഞാൻ മോശവീട്ടിൽ പോകുകയാം. ജീവനം പേർക്കായി നാഥനെ ഞാൻ പിൻചെല്ലും, എല്ലാവരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. താങ്ക് യു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ഗാനം കേൾപ്പാൻ തക്കണം കർത്താവ് നമ്മളെ സഹായിച്ചു. ഒരു ദൈവ പൈതലത്തിന്റെ സമർപ്പണത്തിന്റെ ഗാനമാണ് ഇന്ന് രാത്രികാലം നമ്മൾ കേട്ടത്. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ കർത്താവിനെ പിൻചെല്ലുകയാണ്. കർത്താവിനാൽ നമ്മൾ പാടിയ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവനെയാണ് നമ്മൾ പിൻവലിയുന്നത്. സ്നേഹിതന്മാർ കർത്താവ് തന്നെ പറഞ്ഞു, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞു, വലിയ ത്യാഗമില്ല. അപ്പോൾ നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവന്റെ പിന്നാലെ അനുഗമിക്കുവാൻ തക്കവണ്ണം എല്ലാവരും കൈവെടിഞ്ഞാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ മിടുക്കുകൊണ്ടല്ല, സാമർത്ഥ്യം കൊണ്ടല്ല, നമ്മുടെ മേൽ കർത്താവ് കൃപ പകരുന്നത് കൊണ്ട് പിൻചെല്ലുവാൻ സമർപ്പണമാകട്ടെ. നമ്മൾ സമർപ്പിക്കപ്പെട്ട് തിരിച്ചവരാണ്. ആ സമർപ്പണ ബോധത്തോടു കൂടി തന്നെ നമ്മൾ നമ്മുടെ ക്രിസ്തീയ യാത്ര തുടരുന്നു. എങ്കിലും ഇന്ന് രാത്രികാലം നമ്മൾ കേട്ട ആ ഗാനത്തിന് മുമ്പിൽ ഒരു പ്രാവശ്യം കൂടി നമ്മളെ റീഡെഡിക്കേറ്റ് ചെയ്യുന്ന, പുനഃസമർപ്പണം ചെയ്യുന്ന ഒരു രാത്രി മാറട്ടെ. കർത്താവിനെ സഹായിക്കട്ടെ. കർത്താവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ചുറ്റുപാടും നമുക്ക് എന്തെല്ലാം വന്നാലും നമ്മളെ 46-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമായിരിക്കുന്നു. നമ്മളെ ഭൂമി ഇളകുന്ന അവസ്ഥ ഉണ്ടാകട്ടെ, സമുദ്രത്തിലേത് വീഴുന്ന അവസ്ഥ ഉണ്ടാകട്ടെ, കാലുവെക്കാൻ ഇടമില്ലാത്തൊരവസ്ഥ ഉണ്ടാകട്ടെ,
നമ്മുടെ ചുറ്റുപാടും സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ദൈവം അതിന്റെ മറ്റേ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പ് തന്നുകൊണ്ട് ആ ദൈവത്തിന്റെ കൂടെ നിൽപ്പാൻ തക്കണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ സങ്കേതവും ഉറപ്പും ബലവുമായവൻ നമ്മുടെ കരം പിടിച്ച് നമ്മളെ ഈ ദിവസങ്ങൾ വഴി നടത്തട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗാനം ആലപിച്ച പ്രഫിനി എബ്രാഹിമിനോടുള്ള ആ നന്ദി ഒക്ലഹോമ പ്രയർ ലൈൻ പാർട്ട്നേഴ്സ് നാമത്തിൽ ഈ തരുണത്തിൽ അറിയിക്കുന്നു. തന്നെ എന്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് കൊടുത്തിരിക്കുന്ന താലന്തുകൾ, കൃപകൾ ദൈവനാമത്തിനായി ഇനി ഉപയോഗിക്കുവാൻ, ഞങ്ങൾക്ക് ആശ്വാസമായി തീരുവാൻ കർത്താവ് തന്നെ സഹായിക്കുമാറാകട്ടെ. പാസ്റ്റർ റജി എബ്രാഹിം ലൈനിലുണ്ടല്ലോ? ഉണ്ട്. ഓക്കെ. അടുത്ത ചില നിമിഷങ്ങൾ നമ്മൾ ദൈവവചനത്തിൽ നിന്നും ശ്രമിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രികാലം നമ്മളോട് ദൈവവചനം പങ്കുവെക്കുന്നത് കർത്താവൻ ദാസൻ റജി എബ്രഹാം ആണ്. അനേക വർഷങ്ങൾ രാജസ്ഥാനിൽ ശുശ്രൂഷിച്ചതിന് ശേഷം ഇപ്പോൾ ഗുജറാത്തില് സൂററ്റ് നഗരത്തിൽ താമസിച്ചുകൊണ്ട് ദൈവത്തിന്റെ വേലയിൽ വ്യാപൃതനായിരിക്കുന്ന ഒരു അനുഗ്രഹീത കർത്തർദാസനാണ് അദ്ദേഹം. ഇന്ന് രാത്രികാലം തന്നെ പരിചയപ്പെടുത്താൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. താനും തന്റെ ഒരു സ്നേഹിതൻ ഒറീസ സ്വദേശിയായ ഡോക്ടർ പാസ്റ്റർ വിശ്വജിത് നായിക് എന്ന് പറയുന്ന കർത്തദാസനും ബോസ്റ്റണിൽ ആണ് അവരിപ്പോൾ ആയിരിക്കുന്നത്. അമേരിക്കൻ സന്ദർശനാർത്ഥം അവർക്ക് വിസ കിട്ടി വന്നതാണ്. സാധാരണഗതിയിൽ നമ്മുടെ ഇടയിലുള്ള ദേവദാസന്മാരായാലും നമ്മളായാലും നമ്മൾ കിട്ടുന്ന സമയം കുറച്ച് നാളുകളെ കിട്ടത്തുള്ളൂ. ഇനിയിപ്പോ കോൺഫറൻസ് സീസണുകളാണ്. അപ്പോൾ എല്ലാവരും വന്ന് പ്രോഗ്രാം ഒക്കെ എടുക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും കുറച്ച് പ്രോഗ്രാം എടുക്കണം എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ പ്രിയ സഹോദരങ്ങൾ ഇവർ കടന്നു വന്നപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ ദേവദാസൻ ജെയിംസും തന്റെ സ്നേഹിതരും ഒക്കെ ആയിട്ട് മിഡിൽ ഈസ്റ്റിൽ, ലബനോനിലും, ജോർദാനിലും, ഈജിപ്തിലും, ഗ്രീസിലും ഒക്കെ ആയിട്ട് അവർ ഉപസിച്ച് പ്രാർത്ഥിക്കുകയാണല്ലോ. ആ ദിവസങ്ങൾ ആ പ്രാർത്ഥനയുടെ ബന്ധത്തിൽ ഈ പ്രിയപ്പെട്ട കർത്തദാസന്മാർ രണ്ടുപേരും ബോസ്റ്റണിലെ ഒരു ഭവനത്തിൽ ഇരുന്നുകൊണ്ട് 6-ാം തീയതി മുതൽ ഉപസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജൂലൈ 5-ാം തീയതി വരെ അവർ ഉപസിച്ച ശേഷം മാത്രമേ അവരെങ്ങോട്ടെങ്കിലും പോവുകയുള്ളൂ. അത് വളരെ സമർപ്പണത്തോടുകൂടി അവർക്ക് വന്ന നാൾ മുതൽ അവര് മിഡിൽ ഈസ്റ്റിൽ അവരോടൊത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ രാജ്യത്ത് പാർക്കുന്നതുകൊണ്ട് അമേരിക്കയിലെ ഓരോ സ്റ്റേറ്റുകളെയും പേര് പറഞ്ഞ് അതുപോലെ ഓരോ പട്ടണങ്ങൾക്ക് വേണ്ടി അവരുടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്കൊരു അനുഗ്രഹമാണ്, സഹായമാണ്. അങ്ങനെ ഒരു നല്ല പ്രാർത്ഥന അനുഭവമുള്ള ഒരു കർത്തദാസനെയാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. തന്നെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ താൻ തന്നെ നിമിഷങ്ങളിൽ പറയും. അത് ഞാൻ മുൻപ് പറഞ്ഞ് ഞാൻ അതിന്റെ തന്റെ സമയം ഞാൻ എടുക്കുന്നില്ല. വളരെ നമ്മുടെ മുമ്പിലുള്ള സമയം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂത് കേൾപ്പാൻ തക്കണം. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. ഈ പ്രയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് അറിയിപ്പാൻ കർത്താവിനോട് തന്റെ മക്കളെ ഏൽപ്പിച്ചിരിക്കുന്ന ആലോചന അത് താൻ അറിയിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായി തീരുവാൻ, നമ്മുടെ കാതുകൾക്ക് മാത്രമല്ല, നമ്മുടെ ഹൃദയങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ആത്മാവിനും ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. നാം എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ സമർപ്പണബോധത്തോടു കൂടിയായിരിക്കുമ്പോൾ കർത്താവൻ പാസ്റ്റർ റജി എബ്രഹാമിനെ ഒക്ലഹോമ പ്രയർ ലൈൻ പാർട്ട്നേഴ്സിന്റെ നാമത്തിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചോളൂ. താങ്ക് യു. സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും മാനവും ഈ സമയം നൽകുന്നു. ഒക്കലഗാമ പ്രയർ ലൈനിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, വിശേഷാൽ ഇന്ന് പ്രാർത്ഥന നിയന്ത്രിക്കുന്ന പാസ്റ്റർ റജി ഫിലിപ്പ് അവർകൾക്കും ഈ പ്രയർ ലൈൻ ഉത്തരവാദിത്വം ചെയ്യുന്ന സാജൻ കുടുംബത്തിനും ബിജി കുടുംബത്തിനും എല്ലാവർക്കും ഹൃദയംഗമായ വന്ദനവും നന്ദിയും അർപ്പിക്കുന്നു. വിശേഷാൽ ഇന്ന് ഈ പ്രയർ ലൈനിൽ ശ്രമിക്കുന്ന എല്ലാവരോടും പരിശുദ്ധനാം ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ നാം ഒരുമിച്ചായിരിക്കുന്നതിനാൽ ദൈവത്തിന്റെ ആ പ്രത്യേക സാന്നിധ്യം വ്യക്തമായി നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിപ്പാൻ ആത്മാർത്ഥമായി ഹൃദയംഗമായി നാം പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിന്റെ ആത്മനിയോഗത്തിന്റെ നിറവിൽ ദൈവകരങ്ങളിൽ ആയിരിക്കാൻ ആദ്യം തന്നെ ഞാൻ പങ്കുവെക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ഇപ്രകാരം ദൈവസന്നിധാനത്തിൽ ആയിരിക്കാൻ കഴിയുന്നതിൽ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുമ്പോൾ ഈ പ്രയർ ലൈൻ മുഖാന്തരം ഏതൊക്കെ സ്ഥലത്ത്, ഏതൊക്കെ രാജ്യത്ത്, ഏതൊക്കെ ഭവനങ്ങളിൽ ഇരുന്ന് നിങ്ങളിത് ശ്രവിക്കുമ്പോൾ ഒരു പ്രധാന കാര്യം ഓർക്കുന്നത്, ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ, ഈ പ്രാർത്ഥനാ ലൈനിൽ വിശേഷാൽ ദൈവജനങ്ങൾക്കും ദൈവസഭകൾക്കും നേരിടുന്ന എല്ലാവിധമായ അനുഭവങ്ങളെയും അവർ തരണം ചെയ്യേണ്ടതായ വിവിധ സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും ഓർത്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയുവാനിടയായി. ഏറ്റവും പ്രധാനമായ ഒരു പ്രാർത്ഥനാ വിഷയത്തിൽ
കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനാ ലൈൻ ആണ് എന്നുള്ളതിനാൽ കഴിഞ്ഞ ദിവസം പരിശുദ്ധനാം ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇപ്രകാരമുള്ള പ്രയർ ലൈനിനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഹൃദയത്തിൽ ഊന്നൽ നൽകിയ ഒന്ന് രണ്ട് വാക്യങ്ങൾ പ്രധാനമായി പങ്കുവയ്ക്കുവാൻ താല്പര്യമുണ്ട്. വിശേഷാൽ ഈ പ്രയർ ലൈൻ പ്രാധാന്യം നൽകുന്ന വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിനാൽ വിശദ വിവരണങ്ങളും അതിൻ്റെതായ കാര്യങ്ങൾ ക്രോഡീകരിച്ച് ഒന്നും പറയാതെ ഒരു വാക്യം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഓർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനയുടെ കേന്ദ്രീകരണവും ആഴവും വർദ്ധിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നുള്ളതിന് ആ വാക്യം പ്രാരംഭത്തിൽ വായിക്കുന്നു. സന്ദേശത്തിനായി എടുക്കുന്ന വാക്യം അതല്ല, എന്നാൽ പ്രാരംഭത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ജാഗ്രതയും പ്രാർത്ഥനയുടെ കേന്ദ്രീകരണവും പ്രാർത്ഥനയുടെ ലക്ഷ്യവും ശക്തമാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വാക്യം വായിക്കുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നത്, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. നാം നേരിടുന്ന സഭ സമൂഹത്തിലായിരിക്കുമ്പോൾ ദൈവ ശുശ്രൂഷകന്മാരും ദൈവമക്കളും രാജ്യങ്ങളിലുടനീളം അനുഭവിക്കുന്ന ഓരോ അവസ്ഥകളും സാഹചര്യങ്ങളും നാം കണ്ട് മനസ്സിലാക്കുമ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതമായി ഊന്നൽ നൽകേണ്ട ഒരു സംഗതി വിശുദ്ധ വചനത്തിൽ കാണുന്നത്, നാം ഏത് രീതിയിൽ മുന്നേറണം എന്നുള്ളൊരു കാര്യമാണ് ഈ വാക്യത്തിൽ നമുക്ക് ഊന്നൽ നൽകുന്നത്. ഒന്നുകൂടെ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പിന്നീട് പറയുന്ന പദങ്ങൾ വളരെ ശ്രദ്ധയോടെ നമ്മുടെ മനസ്സിൽ ആഴമായി സ്പർശിക്കപ്പെട്ട് നമ്മുടെ പ്രാർത്ഥന കേന്ദ്രീകരിക്കപ്പെടണം. അതിന്റെ അത്യന്താപേക്ഷിതമായ സാഹചര്യങ്ങളാണ് നാം കാതുകളിലും മറ്റു മാധ്യമങ്ങളിലൂടെയും ദൈനംദിനം ദൈവസഭ, ദൈവമക്കൾ, ദൈവ ശുശ്രൂഷകന്മാർ തരണം ചെയ്യേണ്ടതായി വരുന്ന വസ്തുതകളും സാഹചര്യങ്ങളും മനസ്സിലാക്കുന്നത്. ആയതിനാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യവും ശക്തിയും ഊർജസ്വലമാകണം എന്നുള്ളതാണ് ഇതിൽ ഊന്നൽ നൽകുന്നത്. ഊർജസ്വലമായൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് വളരെ വിശാലതയും വിവരണങ്ങളും ഒന്നും നൽകാതെ പരിശുദ്ധാത്മാവ് ഇന്ന് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു വാക്യം വായിപ്പാൻ പ്രേരിതനാകുന്നതിനാൽ ഞാൻ ആ വാക്യത്തിലോട്ട് പ്രവേശിക്കട്ടെ. ആദ്യം തന്നെ 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യമാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം. ശമൂവേൽ chapter 3 verse 11. ആ വാക്യത്തിൽ ഒരു പദം മാത്രമാണ് ഇന്ന് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത് എന്നുള്ളതാ. 3 പദങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. 1 യഹോവ, 2 ശമൂവേൽ, 3 അരുളപ്പാട്. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ഈ ലൈനിൽ പ്രധാനമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ എല്ലാം വസ്തുതകൾ ഉൾക്കൊള്ളിച്ചാണ് ഇന്ന് ഈ വാക്യത്തിലൂടെ സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ഉത്തേജനം. 3 പദങ്ങൾ. 1 യഹോവ, 2-മത്തേത് ശമൂവേൽ, 3-മത് അരുളി ചെയ്യുന്നു. 3 പദങ്ങളിൽ യഹോവ എന്നുള്ള പദം ഇന്ന് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ വിശാലതയുള്ളൊരു പദമാണ്. അടുത്ത 2 പദങ്ങളിൽ ശമൂവേലിനെ സംബന്ധിച്ച് നമുക്കെല്ലാം വളരെ അറിയാം. വളരെ പഠനങ്ങളും ക്രമീകൃതമായ ആശയങ്ങളും പ്രസംഗങ്ങളുടെ പരമ്പരകളും കേട്ട് പരിചയം ഉള്ള നമുക്ക് ശമൂവേലിനെ കുറിച്ച് കൂടുതൽ പറയാതെ തന്നെ
ശമൂവേൽ ഇപ്പോൾ ആയിരിക്കുന്ന മണ്ഡലത്തിൽ ശമൂവേലുമായി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇപ്പോൾ ശമൂവേൽ ആക്കപ്പെട്ടിരിക്കുന്ന സ്ഥാനം 3-ാം അധ്യായത്തിൽ നാം മനസ്സിലാക്കുന്നത് ഒരു മന്ദിരത്തിൽ എന്നുള്ളതാണ്. ഞാൻ ഈ പദം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഊന്നൽ നൽകിയതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇത് കൂടുതൽ ശ്രദ്ധിച്ച് വായിപ്പാൻ എന്നോട് കർത്താവ് പറയുന്ന ഒരു ആഹ്വാനം. അതുകൊണ്ടാണ് ഞാൻ വിശാലതയും വിവരണങ്ങളും ഒന്നും ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ സമയം എടുക്കാതെ നമുക്ക് ലഭിച്ച ഈ സമയത്തിൽ ദൈവജനത്തിന്റെ ഒരു പ്രസക്തമായ കാര്യം ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പങ്കുവെച്ച് പ്രാർത്ഥിക്കണം എന്ന് ദൈവാത്മാവിനോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ മന്ദിരത്തിൽ ഉള്ള ഒരു ശമൂവേലിനെ കുറിച്ചാണ് നമുക്ക് ഈ അധ്യായത്തിൽ മനസ്സിലാക്കപ്പെടുന്നത്. ദേവാലയത്തിൽ അകത്ത് ആക്കപ്പെട്ട ഈ ശമൂവേലിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലും പശ്ചാത്തലങ്ങളിലും വ്യതിചലനത്തിനും വ്യത്യസ്തതയ്ക്കും മാറ്റം വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെ മാടി വിളിക്കാം എങ്കിൽ തന്നെയും താൻ മന്ദിരത്തോടുള്ള അഭേദ്യമായ ബന്ധം എന്നുള്ളതാണ് ഞാൻ ഈ പദത്തിൽ ഇന്ന് രാത്രിയിൽ കൂടുതൽ ശ്രദ്ധിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും നാം ഈ പ്രാർത്ഥനാ ലൈനിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഊന്നൽ നൽകുന്നത് ദൈവസഭ, ദൈവമക്കൾ രാജ്യങ്ങളിലൂടെ അനുഭവിക്കുന്ന വർഷങ്ങളായി അല്ലെങ്കിൽ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ അനുഭവങ്ങളും സാഹചര്യങ്ങളുമാണല്ലോ. ഞാൻ ഒരു കാര്യം ഈ പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന ദൈവശുശ്രൂഷന്മാരുണ്ടെങ്കിൽ ദൈവശുശ്രൂഷകന്മാരുടെ ബഹുമാന പുരസ്കാരം ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. നമുക്ക് ലഭിച്ച ആരാധനാലയത്തിൽ ഒരാഴ്ച എത്ര മണിക്കൂർ നമ്മൾ ചെലവിടും പ്രാർത്ഥനയ്ക്കായി? ദൈവശുശ്രൂഷകന്മാർ വളരെ ശ്രദ്ധയോടെ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ബഹുമാന പുരസ്കാരം ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. നമുക്ക് ലഭിച്ച ആരാധനാലയത്തിൽ ഒരാഴ്ചയിൽ ഒരു ദിവസം 24 മണിക്കൂർ വെച്ച് ഒരാഴ്ചയിൽ എത്ര മണിക്കൂർ ഉണ്ടെന്ന് കണക്കാക്കിയാൽ ആ ആഴ്ചയിൽ എത്ര മണിക്കൂർ നമുക്ക് ലഭിച്ച ആലയത്തിൽ നാം സമയം ചിലവഴിക്കുന്നു? അടുത്തത് ഇതിൽ ശ്രവിക്കുന്ന ദൈവമക്കളോടാണ് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം. പ്രിയ ദൈവവൈതലേ, നമുക്ക് ലഭിച്ച ആരാധനാലയം, ആ ആലയത്തിന്റെ അകത്ത് വർഷത്തിലോ മാസത്തിലോ കണക്കെടുത്താൽ മതി. കാരണം നിങ്ങളൊക്കെ ജോലി ചെയ്യുന്ന വളരെ തിരക്കുള്ള സമയങ്ങൾ കാണും. സത്യമാണ്, അത് വേണ്ടിയതാണ്, ജോലി ചെയ്യണം. എന്നാൽ ഒരു വർഷത്തെയോ ഒരു മാസത്തെയോ കണക്കെടുത്താൽ എത്ര മണിക്കൂർ ആരാധനാലയത്തെ കണ്ട് അകത്ത് കയറി മുഴങ്കാലിരിക്കാൻ ആരോഗ്യമുള്ളവർ യുവജനങ്ങൾ ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നെങ്കിൽ നിങ്ങളൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ആരാധനാലയത്തിൽ പ്രവേശിക്കുമ്പോൾ മുഴങ്കാലിരിക്കാൻ ആഗ്രഹിക്കുമോ? ആരാധനാലയത്തിൽ തനിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തിൽ മുഴങ്കാലിൽ ആ ആരാധനാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിപ്പാൻ തീരുമാനമെടുക്കാൻ ഇന്ന് എത്ര പേരുണ്ട്? ഇന്ന് രാത്രിയിൽ ആ ഒരു ആഹ്വാനം നൽകുവാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നതിനാലാണ് ഞാൻ ഈ ദൂതിലേക്ക് പെട്ടെന്ന് പ്രവേശിച്ചത്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ വിവരിക്കണമെന്നും പറയണമെന്നും ഒക്കെ ഒത്തിരി ആഗ്രഹമുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, ഇതിൽ എന്നെ ശ്രവിക്കുന്ന യുവജനങ്ങളോടാണ് എന്നോട് കർത്താവ് പരിശുദ്ധ പ്രകാരം പറയുന്നത്. നിങ്ങളുടെ യൗവന കാലത്തിൽ നിങ്ങൾ പോകുന്ന ആരാധനാലയത്തിന്റെ അകത്ത് പ്രവേശിച്ച് നിങ്ങൾക്ക് തനിച്ച് ലഭിക്കുന്ന സമയം എപ്പോഴെങ്കിലും എത്ര സമയമെങ്കിലും പ്രാർത്ഥിപ്പാൻ സഭാ ശുശ്രൂഷകന്റെയോ ആരുടെയെങ്കിലും അനുവാദത്തോടെ ആലയത്തിന്റെ അകത്ത് മുട്ടുമടക്കി പ്രാർത്ഥിപ്പാൻ ഇന്നു മുതൽ അടുത്ത ദിവസം മുതൽ തീരുമാനിക്കുമെങ്കിൽ നമ്മുടെ രാജ്യങ്ങളിൽ, നമ്മുടെ ആരാധനാലയങ്ങളിൽ, നാം അധിവസിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്ക് മാറ്റം വരും എന്നുള്ളത് തീർച്ചയാണ്. കാരണം അടുത്ത 1-2 പദങ്ങൾ ശമൂവേലുമായിട്ടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ടങ്ങ് പോകുകയാണ് പെട്ടെന്ന്. എന്നിട്ട് തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുന്നെങ്കിൽ സാഹചര്യത്തിന്റെ സമയം പോലെ നാം വിനിയോഗിക്കാം. ഒന്നാമത് എനിക്ക് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യം,
മൂന്നാമത്തെ പദം അരുളപ്പാടാണല്ലോ, അരുളി ചെയ്യുന്ന അരുളപ്പാടാണല്ലോ. ഈ ശമൂവേൽ അരുളപ്പാടിനായി ഒരുക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനം. അരുളപ്പാടിനെ ഒരുക്കപ്പെടുക. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവ പൈതലെ, ദൈവ ശുശ്രൂഷന്മാരോടും ഭയത്തോടെ ഞാനൊരു കാര്യം സംസാരിക്കുകയാണ്. എനിക്ക് ദൈവശാസ്ത്രത്തോടും ദൈവശാസ്ത്രത്തിന്റെ മേഖലയോടും വളരെ സന്തോഷവും ഇഷ്ടവുമാണ്. പക്ഷെ അരുളപ്പാടുകൾ പ്രാപിച്ച് അരുളപ്പാടുകളുമായി ചുവടുകൾ വെക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. തുടരുന്ന ഒരു കാലഘട്ടം, തുടർച്ചയുടെ ഒരു കാലഘട്ടമാണ് നാം. അരുളപ്പാടുകൾ എന്താണ്? അരുളപ്പാടുകൾ ഈ അധ്യായവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, പഴക്കം കൊണ്ടും സാഹചര്യം കൊണ്ടും പശ്ചാത്തലം കൊണ്ടും ലഭിക്കപ്പെടാൻ കഴിയുന്നവരെ മാറ്റിവെച്ച് ഈ ശമൂവേലിന് അരുളപ്പാട് കിട്ടാനുള്ള കാര്യം എന്താ? ഒന്ന്, ഒരുക്കപ്പെടുക. ഇന്നു രാത്രിയിൽ ദൈവശബ്ദം, അരുളപ്പാട്, ദൈവശബ്ദം എന്ന് പറയുന്നത് നല്ലൊരു പദമാണെങ്കിലും പ്രത്യേകം കൂടുതൽ ഊന്നൽ നൽകി പറയാനാകില്ല. അരുളപ്പാട് കേൾക്കുവാൻ വേണ്ടി എത്ര പേർ തയ്യാറെടുക്കും? അരുളപ്പാടുകൾ കേൾക്കുവാൻ തയ്യാറെടുത്താൽ നിങ്ങൾ ഓടിക്കുന്ന വാഹനം, പോകുന്ന വഴിയാത്ര, നിങ്ങളുടെ പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ നിങ്ങൾ വഴിയുടെ ഒരു സ്ഥാനത്ത് ഒതുക്കി നിർത്തിയിട്ട് കരങ്ങൾ ഉയർത്തി ആ ദേശത്തിനുവേണ്ടി മധ്യസ്ഥ അണയ്ക്കുമ്പോൾ ആ ദേശത്തെ നിയന്ത്രിക്കുന്ന, ആ ദേശത്തെ ഭരിക്കുന്ന ദൈവാത്മാവിന്റെ ശുശ്രൂഷകളെയും ദൈവസഭകളുടെ വളർച്ചയും ദൈവാത്മ നിറവിൽ ആരാധിക്കുന്ന ദൈവജനത്തിന്റെ വിടുതലിനെയും തടയുന്ന ദേശത്തെ പിടിച്ച് നിർത്തുവാൻ, ഒതുക്കുവാൻ ദൈവാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് ഈ പ്രാർത്ഥനയിൽ ഇന്ന് പ്രാർത്ഥിപ്പാൻ ബന്ധപ്പെട്ട് ദൈവം മറക്കരുത്. നിന്റെ മേലുള്ള ഈ അധികാരം നീ ഉപയോഗിക്കേണ്ട കാലഘട്ടമാണിത്. യൂണിഫോം ഉണ്ട്, പക്ഷെ യൂണിഫോം ഇട്ടെങ്കിലേ അധികാരം വ്യക്തമാകുകയുള്ളൂ. 4 വഴികൾ ചേരുന്ന ഒരു വഴിയിൽ, സിഗ്നലുള്ള ഒരു വഴിയിൽ യൂണിഫോം ധരിച്ച ഒരു മനുഷ്യൻ അവിടെ നിന്നാൽ അതിൽ പ്രത്യേകതയുണ്ട്. ഇന്ന് രാത്രിയിൽ അരുളപ്പാടിന്റെ ഒരുക്കത്തിനായുള്ള യൂണിഫോം എത്ര പേർ ധരിക്കുവാൻ തയ്യാറാണ്? ദൈവമേ, ഞാൻ അതിന് തയ്യാറാണ്. രണ്ടാമത്തെ കാര്യം, ശമൂവേലുമായി ചിന്തിക്കുമ്പോൾ ശമൂവേൽ അതിന് സമർപ്പിതമാകുന്നു എന്നുള്ളത്. ഞാനിത് വിവരിച്ചു പറയാൻ സമയമെടുക്കാതെ പെട്ടെന്ന് ഇതിന്റെ പ്രധാന കാതലായ സംഗതിയിൽ പറഞ്ഞു പോവുകയാണ്. ഒന്ന്, ഒരുക്കപ്പെടുക അരുളപ്പാടിനായി. രണ്ടാമതായി, അരുളപ്പാട് കേൾക്കുവാനും അരുളപ്പാട് അതുപോലെ ഉരുളുവാനുമുള്ള ഒരു സമർപ്പണം. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് നിങ്ങൾ ഇനി പ്രവേശിക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ ഇനിയും കുറച്ചു കഴിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥനാ മുറി പ്രവേശിക്കുമല്ലോ. പ്രാർത്ഥനാ മുറി എന്ന് പറഞ്ഞൊരു മുറിയിലേക്ക് പോകാൻ സമയമില്ല, മുറി അങ്ങനെ ഇല്ല എങ്കിൽ നിങ്ങൾക്കൊരു കിടക്ക കാണുമല്ലോ. കിടക്കയിൽ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചിട്ടൊരു സമർപ്പണം എടുക്കണം. ദൈവമേ, ദേശത്തെ ഭരിക്കുന്ന ദേശീയ അധികാരങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പ്രാർത്ഥന എനിക്ക് തരണം. ആ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോൺ ഹൈഡ് മോഗയിൽ വന്ന് പ്രാർത്ഥിച്ച, ഇന്ത്യയിൽ പഞ്ചാബിൽ മോഗ എന്ന ജില്ലയിൽ പ്രാർത്ഥനാ മനുഷ്യനായ ഹൈഡ് പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലെ ഇന്നു രാത്രിയിൽ എന്നെ കേൾക്കുന്ന ആര് തയ്യാറാകും ഒരു പ്രാർത്ഥനാ മനുഷ്യനാകുവാൻ, സമർപ്പിതനാകുവാൻ? എങ്കിൽ നിങ്ങളെ ദൈവം ഉപയോഗിക്കും. നിങ്ങളുടെ കമ്പനി സ്ഥലത്ത്, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങൾ വാഹനം കാത്തുകൊണ്ട് നിൽക്കുകയാണെന്ന് വിചാരിച്ചോ, ബസ് സ്റ്റോപ്പിലോ റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ, അവിടെ വെച്ച് നിങ്ങളുടെ പരിശുദ്ധാത്മാവ് സംസാരിപ്പാൻ ഇടയാകും. അടുത്ത് നിൽക്കുന്ന ആളുടെ തോളിൽ തട്ടി നിങ്ങൾ അരുളപ്പാട് പറയുന്ന വ്യക്തിയായി നിങ്ങളെ മാറ്റും. നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. രാത്രിയിൽ ചിലരോട് പരിശുദ്ധാത്മ വ്യക്തമായി ദൂതോർപ്പിക്കുകയാണ്, നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ചില സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാടൻ ഉദാഹരണം, ഞാൻ ഇവിടുത്തെ ഈ രാജ്യത്തെ ഉദാഹരണങ്ങൾ എനിക്ക് പെട്ടെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് പെട്ടെന്ന് നാട്ടിലെ ഉദാഹരണം ഓർക്കുകയാണ്. ഇന്ത്യയിലൊക്കെ സാധാരണ തലമുടി വെട്ടാൻ ബാർബർ ഷോപ്പിൽ ആൾക്കാർ പോയാൽ തലമുടി വെട്ടുന്ന ആ ബാർബർ ഷോപ്പിൽ
എത്ര വലിയ ബഹളം ഉണ്ടാക്കുന്ന മനുഷ്യനാണെങ്കിലും, ആര് പറഞ്ഞാൽ അനുസരിക്കാത്തവനാണെങ്കിലും, മദ്യം ശരിക്കു കുടിച്ചിരിക്കുന്നവനാണെങ്കിലും, ബാർബറൊരു പുതപ്പെടുത്ത് പുതച്ചു കഴിഞ്ഞാൽ വളരെ സമർപ്പണമാണ്. തല വെട്ടിയെടുത്താലും അറിയത്തില്ല. അതാ സമർപ്പണം. സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ഇനി കർത്താവ് പറയുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ, ഈ റബ്ബർ സ്റ്റാമ്പ്, ഈ മുദ്ര കുത്തുന്ന സ്റ്റാമ്പിൽ ഇങ്ക് മുക്കിയിട്ട് പേപ്പറിലടിച്ചാൽ സ്റ്റാമ്പിലുള്ള അക്ഷരം മൊത്തം പതിയുന്ന പോലെ, ദൈവമേ ഞാൻ ഇന്ന് സമർപ്പിതനാകാൻ തയ്യാറെന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് സുവിശേഷ വേല ചെയ്യുന്നവരും സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമായി ഇതിന്റെ അകത്ത് ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഒരു കാര്യം പറയട്ടെ, നമ്മുടെ സമർപ്പണത്തിന്റെ അകത്തൊരു തീ ഇറങ്ങണം. മൂന്നാമത്തേത് പറയുമ്പോൾ എനിക്ക് ഉപസംഹരിച്ച് നിർത്തുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്ന ആഗ്രഹം. അതുകൊണ്ട് മൂന്നാമത്തേത് ഞാൻ അങ്ങ് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട്. മൂന്നാമത്തേത്, ഒന്നാമത് ചിന്തിച്ച ഒരുക്കപ്പെടുക, രണ്ടാമത് സമർപ്പിതമാകുക, മൂന്നാമത് ലഭിക്കുന്നത് പറയാനുള്ള തയ്യാറെടുപ്പുണ്ടാകണം. ലഭിക്കുന്നത് പറയാനുള്ള തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗോലിയാത്ത് നേരിടുന്ന അവസരത്തിൽ ഗോലിയാത്ത് നേരിടുമ്പോൾ ദാവീദ് പറയുന്ന, നീ നിന്ദിച്ച സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്ക ദൈവ പൈതലേ, ഇന്ന് രാത്രിയിൽ നീ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി, പ്രാർത്ഥിക്കുന്ന വിഷയം, രാജ്യത്തിൻ്റെത്, സമൂഹത്തിൻ്റെത്, സഭയുടേത്, വ്യക്തിയുടേത്, കുടുംബത്തിൻ്റെത്, ഭാവി നിന്റെ ജീവിതത്തിന്റെ കാര്യാദികൾ, ഈ പ്രാർത്ഥനയിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട ഒരു ദൂത് പറയട്ടെ, നിന്റെ ഭാവി സംബന്ധിച്ച വിഷയങ്ങളിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ മറുപടിക്കെത്തായി നിൽക്കുന്നതിനെ ശക്തിയാവണ്ണം ആ ദാവീദ് ചെറുത്തു നിന്നതുപോലെ ഫെലിസ്ത്യനെ തോൽപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ സമയമായി. ഇന്നു രാത്രിയിൽ പ്രാർത്ഥിപ്പാൻ നമുക്കൊന്ന് തുടങ്ങാൻ കഴിയുമോ? ഒരുക്കപ്പെട്ട് സമർപ്പിതമായി തയ്യാറെടുക്കപ്പെട്ട ഒരു കൂട്ടം പ്രാർത്ഥന പോരാളികളാണ് ഈ പ്രാർത്ഥന ലൈനിൽ ഉള്ളത് എന്ന് ഞാൻ ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കുന്നു. എന്നാൽ നമ്മളൊരു കാര്യം ഇന്ന് രാത്രിയിൽ ഒരുമനപ്പെട്ട് ചെയ്യുവാൻ ദൈവത്തിൽ സമർപ്പിതമാകുക. ദൈവമേ, എന്റെ ബുദ്ധിയുടെ നിയന്ത്രണക്കാളുപരി പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പദ്ധതി എന്നിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവമേ, ഞാൻ ഇന്നു രാത്രിയിൽ ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുക മാത്രമല്ല, അരുളപ്പാട് കേട്ടാൽ അത് പറയുവാൻ തയ്യാറാണ്. അതിനുള്ള ഒരുക്കം എനിക്കുണ്ട്. അതിനെ ഞാൻ ചുവട് വെക്കും എന്നത്ര പേർ പറയും. പ്രാർത്ഥിപ്പാൻ തുടങ്ങി, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ തുടങ്ങിയ ഇന്ന് രാത്രിയിൽ, ദൈവമേ എനിക്കൊരു ദാവീദായി മാറണം എന്നത്ര പേർ പ്രാർത്ഥിക്കും. എനിക്കൊരു ദാനിയേലാകണം എന്നത്ര പേർ പ്രാർത്ഥിക്കും. സാധാരണ ജോലി നിങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ല പൂർണ്ണ സമയം ദൈവത്തിനു വേണ്ടി വിനിയോഗിക്കപ്പെടുന്ന ഒരു ദൈവിക ശുശ്രൂഷയുടെ ബന്ധത്തിലുമായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ ഉള്ളിൽ ഒരു കത്തലുണ്ടാകണം, ഒരു സ്പാർക്ക് നമ്മുടെ അകത്തുണ്ട്. പക്ഷെ ഈ സ്പാർക്ക് സ്ഫോടനാത്മകമാകണം. സ്ഫോടനാത്മകമാകുന്ന ഒരു സ്പാർക്കിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തിയും മഹത്തരമായ പദ്ധതികളും ഇറങ്ങുവാനിടയാകും. ഇന്നു രാത്രിയിൽ ആ മഹത്തരമായ പദ്ധതി എന്നിലുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കണ്ണുകളടയ്ക്കാം, നിങ്ങളുടെ കരങ്ങൾ ഹൃദയത്തിൽ വെക്കാം. കാരണം തീരുമാനം വേണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ വെക്കാം. അല്ല, തടസ്സങ്ങളാ നേരുന്നെങ്കിൽ തലേ കൈവച്ച് പ്രാർത്ഥിക്കണം. തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. Glory to God. അത്ഭുതമായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നു രാത്രിയിൽ ഈ പ്രാർത്ഥന ലൈനിൽ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ നൽകുന്നു. ശമൂവേൽ ബാലനെ പോലെ ദൈവശബ്ദം കേൾക്കുകയും അരുളപ്പാട് കേൾക്കുകയും മന്ദിരവുമായി ബന്ധപ്പെട്ട് മന്ദിരത്തിനകത്ത് സമയം ചെലവഴിക്കുന്ന ഒരു കൂട്ടം ഇനിയും രാജ്യങ്ങളിൽ വെളിപ്പെടും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ആരാധനാലയങ്ങളുടെ അകത്ത് ഒരു ആത്മനിറവിന്റെ വെളിപ്പെടുത്തൽ ഉളവാക്കപ്പെടുന്ന ദിനങ്ങളായി മാറും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ആരാധനാലയങ്ങൾ ഇനി കാലിയായി കിടക്കുകയില്ല. ഞങ്ങളുടെ ആരാധനാലയങ്ങൾ ഇനി ശൂന്യമായി കിടക്കുകയില്ല. ഞങ്ങളുടെ ആരാധനാലയങ്ങൾ വേദനയിൽ ഒരു നിമിഷ സമയങ്ങളിൽ ഇത്ര മണിക്കൂറുകൾ ഇത്ര സമയ ക്ലിപ്തതയ്ക്ക് വേണ്ടി
രാത്രി മാറ്റുകയില്ല. ഞങ്ങളുടെ ആരാധനാലയങ്ങളുടെ അകത്ത് ഒരു വലിയ ആത്മ സാന്നിധ്യത്തിന്റെ വെളിപ്പെടുത്തലായി മാറും. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിപ്പാൻ തയ്യാറുള്ളവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, ഞാൻ എൻ്റെ ആരാധനാലയത്തിൽ വ്യക്തിപരമായി പ്രാർത്ഥിപ്പാൻ തീരുമാനമെടുക്കും. ഞാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന, ഞങ്ങളുടെ രാജ്യം ഇന്ന് അനുഭവിക്കുന്ന, ഞങ്ങളുടെ സഭ അനുഭവിക്കുന്ന, നമ്മുടെ സമൂഹം ദൈവസഭ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകുവാൻ ഞാൻ പ്രാർത്ഥിപ്പാൻ സമർപ്പിതമാകുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഭിഷേകത്തിൽ നിറവ് പ്രാപിച്ച ദൈവപൈതങ്ങൾ ആത്മനിറവിൽ ആരാധിക്കുവാൻ തുടങ്ങുന്ന ആരാധനാലയങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവും കവിയുന്ന ഒരു ദൈവിക സാന്നിധ്യം വെളിപ്പെടുവാൻ ദൈവമേ അടുത്ത ദിനങ്ങളിൽ, അടുത്ത വർഷങ്ങളിൽ ദൈവം അത് ചെയ്യും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും തൃക്കൺ പാർക്കുകയും ഈ ഒക്ലഹോമ പ്രയർ ലൈൻ അനുഗ്രഹത്തിന്റെ പ്രയർ ലൈനായി മാറട്ടെ. ദൈവ സാന്നിധ്യം കൂടെ നിറയപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം, അവരുടെ സ്പൗസസിനായി സ്തോത്രം, അവരുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവകരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് തന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും പ്രത്യേക രാത്രികാലം പ്രയർലൈനിൽ പങ്കെടുത്ത ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രികാലം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. Amen. Hallelujah. Thank you. God bless you all. Tonight again we will see at 5 o'clock for intercessory prayer. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി വേണ്ടി 5 മണിക്ക് നമുക്ക് ഒരുമിച്ച് കൂടി വരാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഗുഡ് നൈറ്റ്. തേജസ്സിനായി വിളിക്കപ്പെട്ടോരേ, ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരേ, ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ, സത്യക്രിസ്ത്യാനിത്വം നിന്നിൽ വെളിപ്പെടുത്തുവാൻ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ,